എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2024 ഡിസംബർ മാസം ധനുരാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ കാൽഭാഗം ഉൾപ്പെടുന്ന ധനുരാശിക്കാർക്ക് ഡിസംബർ മാസ ഫലങ്ങൾ എപ്രകാരം എന്ന് പറയുന്നതിന് മുൻപായിട്ട് ധനുരാശിക്കാരുടെ സമയം നമുക്കൊന്ന് പരിശോധിക്കാം. ധനുരാശിക്കാരെ സംബന്ധിച്ചിട്ട് 2023 ജനുവരി മാസത്തിൽ 7.5 ശനി എന്ന ദോഷം പൂർണ്ണമായി വിട്ടൊഴിഞ്ഞ് വ്യാഴത്തിൻ്റെ വീക്ഷണം കിട്ടിയിട്ടുള്ള രാശിക്കാരാണ് ധനുരാശിക്കാർ. അതായത് 2023 പിറകിലേക്ക് ഒരു 7.5 വർഷം ഇവർക്ക് വ്യാഴവീക്ഷണം കിട്ടാതിരുന്ന രാശിക്കാരാണ്. അപ്പോൾ അവർക്ക് 7 ശനിയുടെ ദുരിതങ്ങൾ അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. തൊഴിലിലെ ബുദ്ധിമുട്ടുകൾ, അന്യദേശവാസം, വിരഹം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അലച്ചിൽ ഒക്കെ ആയിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി കാണാം. അതിൽ തന്നെ 2018, 19, 20 വളരെ രൂക്ഷമായ കാലം ആയിരുന്നിരിക്കാം. 7 ശനിയുടെ മധ്യഭാഗമായിരുന്നുകൊണ്ട്. അപ്പോൾ അങ്ങനെ ദുരിതപൂർണ്ണമായ ഒരു കാലം കഴിഞ്ഞിട്ട് 2013 കൂടിയിട്ട് 7 ശനി ദോഷം പൂർണ്ണമായി തീർന്ന് ശനി അതിൻ്റെ 3-ാം രാശി, അതിൻ്റെ രാജയോഗസ്ഥാനമായ 3-ാം രാശിയിലേക്ക് കടന്നിരിക്കുകയാണ് അവർക്ക്. അങ്ങനെ കടന്ന ആ രാശിക്കാർക്ക് അതോടനുബന്ധിച്ച് അതിൻ്റെ തുടർച്ചയായി തന്നെ ആ വർഷം 23 തന്നെ ഏപ്രിൽ മാസം 22-ാം തീയതി വ്യാഴം അതിൻ്റെ 5-ാം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, പൂർവ്വപുണ്യ സ്ഥാനമായിട്ടുള്ള 5-ാം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള ഫലങ്ങളെ തീർച്ചയായിട്ടും കിട്ടിക്കാണേണ്ടതാണ്. അതായത് വളരെ കാലമായിട്ടില്ലാതിരുന്ന മാനസിക സന്തോഷം, മുഖത്തിന് പ്രസാദം ഉണ്ടാവുക, ബന്ധുജനങ്ങളെയൊക്കെ സംഗമിക്കാൻ പൂർവ്വപുണ്യസ്ഥാനമാണ്. അപ്പോൾ ബന്ധുജനങ്ങളെയും അമ്മാവനെയും അപ്പൂപ്പനെയും അമ്മൂമ്മയെ കാണാൻ കൂടെ ഇരിക്കാനും ഒരു സൽക്കാരത്തിൽ പങ്കെടുക്കാനും സമയം ചെലവിടാനൊക്കെ കഴിയുക. പുണ്യ സ്ഥലങ്ങൾ, കുടുംബക്ഷേത്രങ്ങൾ, പുണ്യസ്ഥലങ്ങളൊക്കെ കുടുംബാംഗങ്ങളായിട്ട് സന്ദർശിക്കാൻ കഴിയുക. അങ്ങനെയൊക്കെയുള്ള നല്ല 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 ഫലങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാലത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു 2023 ഏപ്രിൽ മുതൽ 24 ഏപ്രിൽ വരെയുള്ള സമയം. അങ്ങനെ അവർക്ക് ഒരു ജീവിതത്തിൻ്റെ പുതിയ ഘട്ടത്തിലേക്കുള്ള കാൽവെപ്പാണ് ആ ഒരു സമയം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതിലൊരു പ്രതികൂലം സംഭവിക്കുന്നത്, മൂന്നിലെ ശനി മുടിചൂടി വാഴുമെന്നൊക്കെ ഉള്ള ചൊല്ലുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഫലങ്ങളൊക്കെ നൽകി വരുന്നത്. ശനിയുടെ പ്രത്യേകത, ശനി മന്ദൻ എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രഹനിലയിൽ എന്നാണ് അടയാളപ്പെടുത്തുന്നത്. മന്ദഗതിയിൽ സഞ്ചരിക്കുന്നതാണ്. ശനി 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ജാതകത്തിൽ ഒരു മടിയനായിരിക്കും, അല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കാൻ മടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ശനി. അപ്പോൾ അങ്ങനെ ഒരു മന്ദഗതിയാണ് ശനിയുടെ പൊതുവിലുള്ളൊരു മുഖമുദ്ര. അപ്പോൾ ആ ശനി ഫലദാനത്തിലും അങ്ങനെ മന്ദഗതിയാണ്. അപ്പോൾ അങ്ങനെ ശനിയുടെ ഫലദാനത്തിലേക്ക് കടക്കുന്ന ആ ഒരു മധ്യഘട്ടം വന്നപ്പോൾ വ്യാഴം ഇവർക്ക് പ്രതികൂലമായി എന്നൊരു കുഴപ്പം സംഭവിച്ചു. അതായത് വ്യാഴം ഋണരോഗ ശത്രുസ്ഥാനമായിട്ടുള്ള 6 എന്ന ദുസ്ഥാനത്തിലേക്ക് മറയുകയാണ് വ്യാഴം. അപ്പോൾ സർവേശ്വരകാരം പറയുമ്പോൾ എല്ലാം മറയുന്നു. വ്യാഴം നന്നായി എല്ലാം നന്നായി, വ്യാഴം പറഞ്ഞാൽ എല്ലാം മറഞ്ഞു. അപ്പോൾ അവർക്ക് ആ ശനി ഫലദാനം നൽകാൻ തുടങ്ങി വരുന്ന സമയത്ത് തന്നെ വ്യാഴത്തിൻ്റെ മറവ് സംഭവിച്ചു. അത് ആ കാലത്തിൻ്റെ മധ്യഭാഗത്ത് തന്നെ വന്നത് അവർക്കൊരു തിരിച്ചടിയായി. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആ ശനിയുടെ ഗുണം എത്രത്തോളം കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്കത് കണ്ടറിയേണ്ടി വരും. പിന്നെ ഒരു ആനുപാതികമായ ഒരു കുറവ്, നല്ല രീതിയിലുള്ള കുറവ് അവിടെ വരാൻ സാധ്യതയുണ്ട്. കാരണം മധ്യഭാഗത്ത് തന്നെ വ്യാഴം അതിൻ്റെ 6-ാം രാശിയിലേക്ക് മറഞ്ഞു. അപ്പോൾ അങ്ങനെ ഋണരോഗ ശത്രുസ്ഥാനത്തേക്ക് മറയുമ്പോൾ പ്രതീക്ഷിക്കാത്ത കടങ്ങൾ വരിക, നമ്മൾ പോലും നനയ്ക്കാത്ത കടങ്ങൾ വരിക, കടമെടുക്കേണ്ട സാഹചര്യം സംജാതമാവുക, നമ്മൾ കടക്കണിയിൽ അകപ്പെടുക. അങ്ങനെ കടക്കണിയിൽ അകപ്പെടുകയും കടം രൂക്ഷമാവുകയും നമുക്കത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരികയും അതിൽ പിഴവുകൾ സംഭവിക്കുകയും പലിശ വർദ്ധിക്കുകയും അങ്ങനെയുള്ള കൂടിയ പലിശയ്ക്ക് മാറ്റിവെക്കേണ്ടി വരിക, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കടം വരിക, നമുക്ക് പദ്ധതി ഇട്ട പോലെ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരിക. അതിൽ മൂലമുണ്ടാകുന്ന മനക്ലേശം, ചെറിയ ശത്രുതകളും വിദ്വേഷവും ഒക്കെ അനുഭവിക്കേണ്ടി വരിക, രോഗങ്ങളുണ്ടാവുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശരീരവും മനസ്സും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ആ മനസ്സും ശരീരവും ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയുള്ള ഇത്തരം ക്ലേശങ്ങളൊക്കെ ആരോഗ്യത്തെയും ബാധിക്കാം. അടങ്ങിക്കിടന്ന അസുഖങ്ങളൊക്കെ തലപൊക്കി വരാം, അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ വരാം. അതൊക്കെ അങ്ങനെ എല്ലാം കണക്റ്റഡായിട്ടൊരു കാലദോഷത്തിൻ്റെ സമയത്തിലൂടെയാണ് 2024 ഏപ്രിലിലെ വ്യാഴമാറ്റം ഇവരെ കൊണ്ടെത്തിക്കുന്നത്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഋണരോഗ ശത്രുസ്ഥാനത്താണ്. അങ്ങനെയുള്ള ഒരു പകർച്ച വന്നപ്പോൾ ഇവർക്കത് ഒരു തിരിച്ചടിയായി. കാരണം ശനിയുടെ ഗുണങ്ങളൊക്കെ കിട്ടാതെയും വന്നു, വ്യാഴത്തിൻ്റെ ദോഷങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു. വ്യാഴം പ്രതികൂലമായപ്പോൾ എല്ലാം പ്രതികൂലമായൊരവസ്ഥ. നമുക്ക് അവിടെ ഒരു നിരാശ ബാധിക്കുക, സാമ്പത്തികമായിട്ട് ക്ലേശങ്ങൾ കൊണ്ടിട്ട് മനസ്സും ശരീരമൊക്കെ തളർന്നൊരു വല്ലാത്തൊരു ഊർജ്ജമില്ലാത്തൊരവസ്ഥ, എന്നും പുതിയ പുതിയ പ്രശ്നങ്ങൾ നേരിടേണ്ട അവസ്ഥകൾ വരിക. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ കൂടെയാണ് രാശിക്കാർ ഏപ്രിൽ മുതൽ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പോലും ശനി ജൂലൈ മാസത്തിൽ വക്രഗതിയിൽ പോകുമ്പോൾ വീണ്ടും അത് ദോഷമൊന്ന് കൂടുന്നു. കാരണം ശനി 3-ൽ നിന്ന് വക്രത്തിൽ പോകുമ്പോൾ 2-ൻ്റെ ഫലങ്ങൾ 7 ശനിക്ക് തുല്യമായ ഫലങ്ങളെ പറയണം.
അപ്പോൾ അതും ഈ വ്യാഴത്തിൻ്റെ ഈ ഒരു ഗതിക്ക് വീണ്ടും ഒരു ഇരട്ടി പ്രഹരമായിട്ട് ശനിയുടെ സ്ഥിതിയും വക്രത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും ഇവർ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാണ് ജൂലൈ മുതൽ പോകുന്നത്. അങ്ങനെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒക്കെയുള്ള സമയത്ത് ഇത് രൂക്ഷമായിട്ടുണ്ടാവും. ഈ സാമ്പത്തിക പ്രശ്നങ്ങളും അതിൻ്റെ പീക്കിലെത്തിയിട്ടുണ്ടാവും. എന്നാൽ പോലും ഒക്ടോബർ 9 വ്യാഴത്തിൻ്റെ വക്രത്തോടുകൂടി സ്ഥിതിഗതികളൊരു മാറ്റം, ഒരു ട്വിസ്റ്റിലേക്ക് കടക്കുകയാണ്. ഈ രാശിക്കാർക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത രീതിയിൽ നിന്നിരുന്ന ഈ രാശിക്കാർക്ക് ഒരു പ്രതീക്ഷയായിട്ടാണ് വ്യാഴത്തിൻ്റെ വക്രം ഒക്ടോബറിൽ വന്നത്. അങ്ങനെ ആ വക്രം വരികയും എന്ന് മാത്രമല്ല, ശനി 3ാം രാശി നല്ല ബലത്തിൽ ചെയ്യുന്ന ശനി അതിന് പിന്നോടിയായിട്ട് നവംബർ 15 നേർഗതിയിൽ വരുന്നു. നവംബർ 15 ശനി നേർഗതിയിൽ വന്ന ദോഷം മാറ്റി വ്യാഴം വക്രത്തിൽ ചെയ്ത് ഋണരോഗ ശത്രുസ്ഥാനത്തിൻ്റെ ദോഷവും മാറ്റി നിൽക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ ഈ രാശിക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ മാസത്തെ ഫലം നമുക്ക് എങ്ങനെയാണ് എന്നൊന്ന് വിലയിരുത്താം. സൂര്യൻ അതിൻ്റെ 12ഉം 1ഉം എന്ന ഭാവങ്ങളിൽ നിൽക്കുന്നത് ചില അസുഖകരമായ ഫലങ്ങളുണ്ടാക്കും. ജന്മരാശിയുടെ അപ്പുറത്തും അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ, പാപന്മാർ നിൽക്കുമ്പോൾ ആ രാശിക്കാർക്ക് ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ളതാണ്. എങ്കിലും അതത്ര കാര്യമാക്കാനില്ല. അത് ഒരു മാസം മാത്രം നിൽക്കുന്ന ഗ്രഹമായതുകൊണ്ടിട്ട്. ശുക്രൻ്റെ 2ാം ഭാവത്തിലെ സ്ഥിതി, 2 കുടുംബം, വാക്ക്, മനസ്സൊക്കെ പറയുന്ന 2ാം ഭാവം ത്തിലെ സ്ഥിതി കുടുംബാന്തരീക്ഷം നന്നാക്കി മാറ്റും. ചൊവ്വയുടെ അഷ്ടമരാശിയിലുള്ള വക്രം ഇവരുടെ ജോലി സ്ഥലത്തുള്ള ടെൻഷനും അതുപോലെ തന്നെ ഒക്കെ മാറ്റും. അഷ്ടമരാശിയിൽ നിന്ന് വ്യാഴത്തിൻ്റെ ചൊവ്വയുടെ വക്രം വരുമ്പോൾ അതിന് 7ാം രാശിയുടെ ഫലങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ ജോലി സ്ഥലത്തെ വക്രങ്ങളൊക്കെ ജോലി സ്ഥലത്തെ ടെൻഷൻസൊക്കെ ഇത് മാറ്റുമായ സ്ഥിതി. അതുപോലെ തന്നെ 12ാം രാശിയിലെ ബുധൻ്റെ വക്രം ഇവർക്ക് തന്നെ ഇവരുടെ മുൻപോട്ടുള്ള കാലത്തെ പറ്റിയിട്ടൊരു പുനർനിർണയം, ഇനിയുള്ള കാലത്തിലേക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെയുള്ളൊരു ഇനിയുള്ള കാര്യങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഏത് രീതിയിൽ പോകണം എന്നൊക്കെ ഒരു ആലോചന വരുത്തുന്നതിന് ഈ ബുധൻ വിദ്യാകാരകനാണ്, വിജ്ഞാനത്തിൻ്റെ കാരകനാണ്, ബുദ്ധിയുടെ കാരകനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വക്രം വരുമ്പോൾ അവരിങ്ങനെ പൊതുവിൽ അവനവനെ പറ്റി തന്നെ ആലോചിച്ചൊരു തീരുമാനത്തിലെത്തുമ്പോൾ അത് ആ തീരുമാനങ്ങളും ആലോചനയും ഒരു ഭാഗ്യത്തിലേക്ക് നയിക്കും. പിന്നെ കേതു ഇവരുടെ കർമ്മഭാവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടിട്ട്, നല്ല പൊസിഷൻ കൊണ്ടിട്ട് ഈ കേതുവിൻ്റെ ആ ദോഷങ്ങൾ ആ കർമ്മഭാവത്തിൽ വളരെ തുച്ഛമായിട്ട് മാത്രമേ അനുഭവപ്പെട്ടുള്ളൂ. 4ാം രാശി നിൽക്കുന്ന സർപ്പം ഇവരുടെ എന്താ പറയുക, ഇവരുടെ ആത്മവിശ്വാസവും ഇവർക്ക് മറ്റുള്ളവരുടെ കിട്ടുന്ന മോറൽ സപ്പോർട്ടൊക്കെ വർദ്ധിപ്പിക്കും. വ്യാഴത്തിൻ്റെ വക്രം വളരെ വലിയ ഭാഗ്യങ്ങളെ കൊണ്ടുവരും. 5ാം രാശിയുടെ ഫലങ്ങളാണ് പറയേണ്ടത്. ശനിയുടെ ഡയറക്റ്റ് ആയി നിൽക്കുന്ന ശനിയുടെ ഫലം എന്ന് വെച്ചാൽ അത്ഭുതങ്ങളാണ്, വണ്ടേഴ്സ് ഇവരെ കാത്തിരിക്കുന്നത്. ഈ മാസം അത്ഭുതങ്ങൾ തന്നെയാണ് കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാര്യമായിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വളർച്ച, കാര്യമായിട്ടുള്ള വളർച്ചയും അഭിവൃദ്ധിയും വിജയവും ഇവർക്ക് ഈ മാസം ഉണ്ടാവും. അപ്പോൾ ഈ എല്ലാ തരത്തിലുള്ള രാഹു, കേതു, ശനി, വ്യാഴം, ചൊവ്വ എന്നിങ്ങനെയുള്ള മേജർ പ്ലാനറ്റുകളെല്ലാം തന്നെ ഇവർക്ക് പ്രതികൂലമല്ലാത്ത നല്ല ഒരു സ്ഥിതി എടുത്തിരിക്കുന്നത് കൊണ്ടിട്ട് ഈ മാസം ഇവർക്ക് വളരെ അധികം നല്ലൊരു മാസമായിട്ട് തന്നെ എടുത്തു പറയണം. എന്ന് മാത്രമല്ല, ഇതിനിടയ്ക്ക് ഭാഗ്യവും അഭിവൃദ്ധിയും ഉറപ്പായിട്ടും ഇവർക്ക് ഈ രാശിക്കാർക്ക് ഈ മാസം കഴിഞ്ഞ മാസങ്ങളെയൊക്കെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ മികച്ച മാസമായിട്ട് തന്നെയാണ് ഈ മാസത്തെ വിലയിരുത്തേണ്ടത്. അപ്പോൾ ഈ മാസത്തെ ഫലങ്ങളെ ഒന്ന് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ തീർച്ചയായിട്ടും ചെയ്യുന്ന പരിശ്രമങ്ങൾ, ഈ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ സാമ്പത്തികം തന്നെയാണ്. സാമ്പത്തികമാണ് എല്ലാ രംഗത്തെയും ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഒരു മനുഷ്യനെ വളരെയധികം ഡൗൺ ആയി കളയും. അപ്പോൾ ഈ രാശിക്കാർ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ഋണരോഗ ശത്രുസ്ഥാനത്ത് വ്യാഴം പകർന്നത് കൊണ്ടിട്ടാണ് ഇവർക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നത്. അങ്ങനൊരു പ്രശ്നം ഉണ്ട് എന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും ഈ ഒരു സമയത്തെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ തളർന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള അവസരങ്ങളെ നമുക്ക് മുതലെടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് വളരെയധികമായ ഊർജ്ജത്തോടുകൂടി നമ്മൾ മുന്നോട്ട് വന്ന് നമ്മുടെ ഈ അവസരത്തെ മുതലെടുക്കണം. ഈ പല ധനരാശിക്കാർക്കും നല്ല രീതിയിലുള്ള ജോബ് ഓഫറിൽ കിട്ടിയ ഒരുപാട് പേരുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങൾ, സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ കിട്ടിയ ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതിലുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. നല്ല രീതിയിലുള്ള മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേര് ധനരാശിക്കാരുണ്ട്. ചിലർക്കൊക്കെ വരാത്തത് അവരുടെ ജാതകത്തിലുള്ള കുഴപ്പങ്ങൾ കൊണ്ടിട്ടും. അതുപോലെ തന്നെ ശനി ഒരു മന്ദന എന്നൊരു വളരെ പതിയെ ഫലദാനം നൽകുന്നൊരു ഗ്രഹമാണ്. അത് നേർഗതിയിൽ വന്നെങ്കിൽ പോലും അതിൻ്റെ ഫലദാനശേഷി ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടാണ് അനുഭവപ്പെടുക എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അവനവൻ്റെ ശ്രമങ്ങളിൽ എന്നും
ഊർജ്ജസ്വലതയോടും സ്ഥിരോത്സാഹത്തോടുകൂടിയും പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ മാസം വളരെ നിർണായകമാണ്. ഒരു ദിവസം പോലും പാഴാക്കാനില്ല. എല്ലാ ഗ്രഹങ്ങളും നിങ്ങൾക്ക് അനുകൂലമായ സ്ഥിതിയിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യവും വിജയവും അഭിവൃദ്ധിയൊക്കെ നിങ്ങളുടെ തന്നെ കയ്യിൽ, നിങ്ങളുടെ തന്നെ പരിശ്രമത്തിലാണ് നിങ്ങൾ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുക. അത് ചെയ്യേണ്ടത് നമ്മൾ തിരുപ്പതി ബാലാജിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ ബാലാജിയുടെ ഒരു ചിത്രത്തിൻ്റെ മുൻപിലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ തായ രീതിയിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ദിവസ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്ത് നിങ്ങളുടെ അഭിവൃദ്ധിയും സാമ്പത്തിക സ്ഥിതിയും വർദ്ധിപ്പിക്കും എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക. ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഈ രാശിക്കാർക്ക് എല്ലാവിധമുള്ള ഭാഗ്യവും ഐശ്വര്യവും നമ്മുടെ ഫലത്തിൽ പറയുന്ന പോലെ ശനിയുടെ സ്ഥിതി നിങ്ങൾക്ക് അത്ഭുതങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.